ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ രാവിലത്തെ പുറത്തെ കാഴ്ചകൾ മിക്കവാറും ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ. ചെടികളും പൂക്കളും പിന്നെ അതിൻ്റെ അടുത്ത് അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കലും പരിപാലിക്കലുമായിട്ട് ഉമ്മച്ചി നിൽക്കുന്നതൊക്കെ തന്നെയായിരിക്കും കേട്ടോ. എൻ്റെ മിക്ക ദിവസത്തെയും കാഴ്ച. ഉമ്മച്ചിക്ക് ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെടികളൊക്കെ എനിക്കും ഇഷ്ടമാണ്, പക്ഷേ അതിനൊക്കെ പരിപാലിച്ച് കൂടെ നിൽക്കാനുള്ള ക്ഷമ എനിക്കിത്തിരി കുറവാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ എക്സാം നടക്കുവാണ്. ഇളയാൾ എണീറ്റിട്ടുണ്ട്. മൂത്തയാളിന് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. അപ്പോൾ യൂണിഫോം ഒന്നും മോൾ ഇട്ടിട്ടില്ല. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവളും കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ആൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ രാവിലെ വാരി കൊടുക്കുന്നതാണ് പതിവ്. അപ്പോൾ ഈ മക്കൾ അടുത്ത വീട്ടിലെ മക്കളാണ് കേട്ടോ. ഇവരെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അതിലൊരാൾ മോളുടെ ക്ലാസ്സിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ സമയമാകാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സമയത്തിന് ഞാൻ പറഞ്ഞു വിടും, അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ പിന്നെ റോഡിലേക്ക് ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മക്കൾ ഇറങ്ങിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ മൂത്തയാൾ എണീറ്റിട്ട് പഠിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഈ പുതിയ ഒരടുപ്പിൻ്റെ വിശേഷം ഞാൻ പറയുകയാണെങ്കിൽ 3 ദിവസം ഗ്യാസ് തീർന്നപ്പോൾ എനിക്ക് നല്ല പണിയായിട്ടോ. പിന്നെ ഞാൻ ഉമ്മച്ചി എടുത്തിട്ട് വേവിച്ചിട്ടൊക്കെയാണ് ഇങ്ങ് കൊണ്ട് വെക്കുന്നത്. ഒരു ഇൻഡക്ഷൻ സ്റ്റൗ ഉണ്ടായിരുന്നു. 2 ദിവസം അത് ഉപയോഗിച്ചപ്പോഴത്തേനും അത് പണി തന്നു. അത് പിന്നെ കടയിൽ കൊണ്ട് പോയി കേട്ടോ നന്നാക്കാൻ. അടുപ്പ് കൊള്ളാം, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്താ അതിൻ്റെ വിശേഷത ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ അകമൊക്കെ ഒന്ന് തൂത്ത് വരാനായിട്ടൊക്കെ ഇരിക്കുകയാണ്. ബെഡൊക്കെ കുടഞ്ഞിട്ടിട്ടുണ്ട്. തൂത്ത് വാരിയിട്ട് ജോലിയെല്ലാം കഴിയുമ്പോൾ ഒന്ന് തുടയ്ക്കുകയും വേണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെ കാഴ്ച. എവിടെ ചെന്നാലും തുമ്പിയെ കാണും, അപ്പോൾ അവർ പാല് കുടിക്കും. അവൾ എവിടെയും വിടത്തില്ല കേട്ടോ. പാല് കുടി, കളി, ഇതൊക്കെ തന്നെ. കാറ്റടിച്ചിട്ട് അകത്തൊക്കെ കരിയില കയറുന്നുണ്ടോ, നല്ല കാറ്റാണ് കേട്ടോ. ഈ മാസം അങ്ങനെയാണല്ലോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഈ കാഴ്ചയാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടോ, നല്ല വെയിലാണ്. ഒരു 8 മണിയാകുമ്പോഴത്തേനും ഇവിടെ നല്ല വെയിലാവും. പിന്നെ ഇവിടെ ഇരുന്ന് ഒന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ. ചോറ് മാത്രം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വേവിച്ചെടുക്കും. വേറെ സ്ഥലവും ഇല്ല അടുപ്പ് വയ്ക്കാനായിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മീൻ വന്നു കേട്ടോ. ബൈക്കിൽ കൊണ്ടുവരും. അപ്പോൾ ഇന്ന് കിട്ടിയത് ചാളയാണ്. ഇതിപ്പോൾ 100 രൂപയാണ് കേട്ടോ ചാളയ്ക്ക്. മീൻ അടുത്ത് കൊണ്ടുവരുന്നത് നല്ല കാര്യമാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മുകളിൽ കയറണം, റോട്ടിൽ കയറണം. പിന്നെ കുറച്ച് പച്ചക്കറി ഇരിപ്പുണ്ട്. ഇത് സാമ്പാർ, ഇന്നലെ സാമ്പാർ വെച്ച ബാക്കിയാണ് കേട്ടോ. അതിനൊരു ചെറിയൊരു അവിയലും ഒന്ന് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ച്. അപ്പോൾ മൂത്തയാളിന് 12 മണിക്കാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ മോളെ ഒന്ന് കൊണ്ടാക്കണം. അവൾ തനിച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പേ ജോലിയൊക്കെ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചേട്ടാ. പോയിട്ട് പിന്നെയും വന്ന് ചെയ്യാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ജോലിയൊക്കെ തീർക്കുകയാണേ. അപ്പം ഈ ജോലിക്കിടയിൽ പാട്ട് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോഴും പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെങ്കിലും തനിച്ചാകുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ആവശ്യമായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പം പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ തനിച്ചാണെന്നോ അല്ലെങ്കിൽ ജോലിയാണെന്നോ ഒന്നും തോന്നത്തില്ല കേട്ടോ. മെലഡി സോങ്ങാണ് കൂടുതലും ഇഷ്ടം. പിന്നെ നാടൻ പാട്ടും കേൾക്കും. അടിച്ചുപൊളി പാട്ടൊന്നും അങ്ങനെ കേൾക്കാറുമില്ല, പാടാറുമില്ല കേട്ടോ. അതൊരു നല്ലൊരു കൂട്ടാണ്. നമ്മൾ തനിച്ചാണെന്നൊരു ഫീല് വരത്തില്ല പാട്ട് കേട്ടിട്ട് ജോലിയൊക്കെ ചെയ്യുമ്പോൾ. മിക്കവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിനടക്കം തന്നെ ഞാൻ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുമ്പിക്കും മിട്ടുവിനൊക്കെ കൊടുത്തു കേട്ടോ. ഈ 3 കുരുന്നുകളില്ലേ, അവർക്ക് നല്ല വിളി, മീനിൻ്റെ മണം കേട്ടപ്പോൾ കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുത്തില്ല, മറ്റു 2 പേർക്കും കൊടുത്തു. അങ്ങനെ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ചാള ഒന്ന് പൊരിക്കാനൊന്നുമില്ല, കറിക്ക് മാത്രമേ ഉള്ളൂ. ഇച്ചിരി തേങ്ങാക്കറിയും വെച്ച് പിന്നെ പുളിമുളകാക്കാമെന്ന് വിചാരിച്ചേട്ടാ. പിന്നെ ഒരു അവിയൽ മാത്രമേ ഉള്ളൂ. പിന്നെ വിറകടുപ്പ് വന്നതുപോലെ തന്നെ മൺചട്ടിയും വന്നിട്ടുണ്ടേ. ഉമ്മച്ചി എടുത്ത് പറഞ്ഞപ്പോൾ ഉമ്മച്ചി വാങ്ങി തന്നാണ് കേട്ടോ. 2 ചട്ടിയുണ്ട്. പക്ഷേ അത് അടുപ്പിൽ വെക്കാൻ പറ്റില്ല. അതും കണ്ടില്ലേ നേരത്തെ വെയിൽ, അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചോറ് തന്നെ എങ്ങനെയൊക്കെയാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തു. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മോളെ ആക്കാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിന്നപ്പോഴത്തേക്കാണ് ഒരു ഇത് വന്നത് കേട്ടോ. ഒരു പാഴ്സൽ കൊറിയർ വന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് മസാല ബോക്സ് 2 എണ്ണം. അങ്ങനെ അതും മേടിച്ചിട്ട് മോളെ കൊണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് മുമ്പേ തന്നെ തുമ്പി കഴിഞ്ഞിട്ട് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. അതുണ്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ പോകാനൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുകയാണേ. നല്ല കുറേ പട്ടികളുണ്ട് ഇവിടെ. അപ്പോൾ അവളെ കടിച്ചിട്ട് 3 കൊച്ചുങ്ങൾക്ക് തള്ളയില്ലാതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടാക്കി. ഞാൻ വന്നപ്പോൾ വീണ്ടും ബേക്കിൽ നിന്ന് വരുവാണ്. പിന്നെയും ഞാൻ കൊണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ ഓടുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. 12 മണിയാണ് കേട്ടോ. നല്ല വെയിലാണ്. അങ്ങനെ മോളെ ആക്കി ആ ബസ്സിൽ തന്നെ മക്കൾ തിരിച്ചു വന്നു കേട്ടോ. രാവിലെ പോയവർ 2 പേര് തിരിച്ച് വൈകിട്ട് മൂത്ത ആളിൻ്റെ കൂടെ തിരിച്ചു വരും കേട്ടോ. വന്നപ്പോൾ നല്ല ദാഹം. ഞാൻ നെല്ലിക്ക കുറച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ വെള്ളം കുറച്ച് കുടിച്ചു. വയറിന് പ്രശ്നമൊന്നും വരില്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ ചോറ് കഴിക്കാനുള്ള സമയമായി. മോൾക്ക് ചോറും എടുത്തു കേട്ടോ. അവൾ ചോറും കൊണ്ട് ഉമ്മച്ചിയുടെ അടുത്ത് പോയി TV കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കഴിക്കുവാണേ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കഴിക്കുവാണ്. അപ്പോൾ ഞാൻ ചോറിൽ കൂടുതൽ നോക്കുന്നതിനേക്കാളും ഫോണിൽ നോക്കുവാണ്. ഇതിൻ്റെ വീഡിയോ ഇങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ ചോറിങ്ങനെ വരവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു കാര്യം കൂടി പറയാണ്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാവേ. ടാറ്റാ.